എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചലന സമവാക്യങ്ങൾ കേട്ടോ 9ാം ക്ലാസ്സിലെ പുതിയ SCERTയുടെ ഫിസിക്സിലെ രണ്ടാമത്തെ ക്ലാസ് ചലന സമവാക്യങ്ങൾ പ്രകാശത്തിന്റെ അപവർത്തനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ് ഉണ്ട് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ SCERT കൊണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുവരെ എടുത്തിട്ടുള്ള 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തതും ബയോളജി 9ാം ക്ലാസ്സിലെ കംപ്ലീറ്റ് ചെയ്തതും ഫിസിക്സിലെ ഒന്നാമത്തെ ലെസൺ കംപ്ലീറ്റ് ചെയ്തു ഫുള്ളും എന്ത് ചെയ്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ആകുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അപാകതകൾ ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിൽ എന്നേക്കാൾ എത്രയോ കഴിവുള്ള ഉദ്യോഗാർത്ഥികളല്ലേ നിങ്ങൾ. അപ്പൊ നിങ്ങൾ അത് തരണം ചെയ്തിട്ട് പഠിക്കണമെന്ന് മാത്രം എന്ത് ചെയ്യണം അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വരുന്നുണ്ടെങ്കിൽ താഴെ സ്നേഹപൂർവ്വം ചൂണ്ടിക്കാട്ടുക. ഞാൻ സ്നേഹപൂർവ്വം അതിനെന്ത് ചെയ്യും തിരുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ചലന സമവാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണ്. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് സയൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ അത് എന്റെ അപാകതയാണ്. കാരണം എനിക്ക് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ബാക്കി എല്ലാ വിഷയങ്ങളും ഞാൻ എന്ത് ചെയ്യാം നമുക്ക് എടുക്കാനായിട്ട് കഴിയും. പക്ഷെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു കേട്ടോ. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ചലന സമവാക്യങ്ങൾ അല്ലെ നമുക്ക് കഴിഞ്ഞപ്പോ LD പാലക്കാട് LDയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചലന സമവാക്യങ്ങൾ അല്ലെ. എന്നും എക്സാമിന് ഈ ഒരു ചലനമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ വരണം. ന്യൂട്ടന്റെ 1ാം ചലന നിയമം, 2ാം ചലന നിയമം, 3ാം ചലന നിയമം ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട് പഠിക്കാറുണ്ട്. അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ അങ്ങോട്ട് ഒന്ന് പഠിച്ചാലോ. അപ്പൊ അത്ര വലിയ ലെസൺ ഒന്നുമല്ല കേട്ടോ. ചെറിയ നമ്മൾ 1ാമത്തെ ലെസൺ പഠിച്ചില്ലേ, കുറച്ച് ലെയിൽ പഠിക്കാനുള്ളൂ. അതേപോലെ തന്നെയാണ് ഇതിലും പഠിക്കാനുള്ളൂ കേട്ടോ. ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചിട്ട്. എന്താണ് സ്ഥാനാന്തരം? രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം. രണ്ട് സ്ഥാനങ്ങൾ, ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടുന്ന് തുടങ്ങിയിട്ടില്ലേ, ഇത് നേർരേഖ അകലമാണ് അല്ലെ. അങ്ങനെ ഒരു നിശ്ചിത ദിശയോട് കൂടി പ്രതിപാദിക്കുന്നത്, ഇപ്പൊ നിശ്ചിത ദിശയോട് കൂടിയിട്ട് പ്രതിപാദിക്കുന്നതാണ് എന്ത് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരത്തിന് ഏത് അക്ഷരമാണ് ഉപയോഗിക്കുക? S എന്ന അക്ഷരം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചിലപ്പോ നമ്മള് സ്ഥാനാന്തരത്തിന്റെ ഇംഗ്ലീഷ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ചിലപ്പോൾ നമ്മൾ അപ്പൊ അവിടെ D എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാകും. അങ്ങനെയല്ല കേട്ടോ. സ്ഥാനാന്തരത്തിന്റെ മലയാളത്തില് സാധനം എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക. S എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദൂരത്തിന്റെ യൂണിറ്റ് ആയ മീറ്റർ തന്നെയാണ് സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ്. അപ്പൊ ദൂരത്തിന്റെ യൂണിറ്റ് എന്ത് പറഞ്ഞാണ്? ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ അല്ലേ. ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. ഓക്കെ, ഇത് പഠിച്ചോ. സ്ഥാനാന്തരം എന്താന്ന് പഠിച്ചു അല്ലെ. അപ്പൊ രണ്ട് സ്ഥാനങ്ങൾ, ഇവിടെയും ഒരു സ്ഥാനമുണ്ട്, ഇവിടെയും ഒരു സ്ഥാനമുണ്ട്. അപ്പോ രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖാ അകലം ഒരു നിശ്ചിത ദിശയോട് കൂടി ഒരു നിശ്ചിത ദിശ കേട്ടോ. ഒരു നിശ്ചിത ദിശ അവിടെ എന്ത് ചെയ്യണം പറയണം. ആ നിശ്ചിത ദിശയോട് കൂടി പ്രതിപാദിക്കുന്നതാണ് എന്ത് സ്ഥാനാന്തരം. സ്ഥാനാന്തരം S എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ദൂരത്തിന്റെ യൂണിറ്റും എന്താണ്? മീറ്റർ ആണ്. അതൊക്കെ ഇവിടെ ഓക്കെ ആയല്ലോ. പഠിച്ചോ. പോസ് ചെയ്തിട്ട് ഒന്നും കൂടി മനസ്സിരുത്തിയിട്ട് ബ്രെയിനിലേക്ക് കയറ്റണം. അളവിനോടൊപ്പം ദിശ കൂടി പ്രതിപാദിക്കേണ്ട അളവാണ് എന്ത്? സദിശ അളവുകൾ. ഇനി സദിശ അളവുകൾക്ക് അളവും ഉണ്ടാകും ദിശയും ഉണ്ടാകും. കാരണം അളവിനോടൊപ്പം എന്തും വേണം? ദിശയും കൂടി പ്രസ്താവിക്കണം. അപ്പൊ അതുകൊണ്ട് എന്തുണ്ട്? സദിശ അളവുകൾക്ക് അളവുമുണ്ട് ദിശയുമുണ്ട്. ഇനി ദിശ ആവശ്യമില്ലാത്ത അളവുകളാണ് അദിശ അളവുകൾ. അദിശം അവിടെ ദിശ വേണ്ട. അവിടെ എന്ത് മാത്രം മതി? അളവ് മാത്രം മതി. ഓക്കെ, അപ്പോ എന്താണ് സദിശ അളവുകളും അദിശ അളവുകളും? സദിശ അളവുകൾ, അദിശ അളവുകൾ. സദിശ അളവിന് അളവും എന്തും വേണം? ദിശയും വേണം. ഇവിടെ എന്തു മാത്രം മതി? അളവ് മാത്രം മതി. ഇത്ര മാത്രമാണ് ഇതിലുള്ളത്. ഒരു വസ്തു നേർരേഖാ പാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത്. ഇപ്പൊ ഇതൊരു വസ്തു എന്ത് ചെയ്യാണ്? നേർരേഖാ പാതയിലൂടെ, ഇത് നേർരേഖയല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് എന്താണ്? വളഞ്ഞ രേഖയാണ്. അത് കാരണം കറക്റ്റ് വരുന്നില്ല. ഓക്കെ, നേർരേഖാ പാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ, ഒരേ ദിശയിലാണ്. ഇനി ഇങ്ങോട്ട് സഞ്ചരിച്ചു, ലാസ്റ്റ് ഇങ്ങോട്ട് സഞ്ചരിച്ചു, പിന്നെ ഇങ്ങോട്ട് സഞ്ചരിച്ചു, അവിടെ എന്തായിരിക്കും?
സഞ്ചരിച്ച രണ്ടും എന്തായിരിക്കും? സ്ഥാനാന്തരവും സഞ്ചരിച്ച ദൂരത്തിന്റെ മൂല്യം തുല്യമാവില്ല. പക്ഷേ ഒരു നേർരേഖാ ദൂരമാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ സ്ഥാനാന്തരവും എന്താണ്? സ്ഥാനാന്തരവും അതുപോലെ സഞ്ചരിച്ച ദൂരവും എന്തായിരിക്കും? സഞ്ചരിച്ച ദൂരവും എന്തായിരിക്കും? തുല്യമായിരിക്കും ട്ടോ. നേർരേഖയിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമാകുക. പക്ഷെ ഒരേ ദിശയിലല്ലാതെ വ്യത്യസ്തമായിട്ടാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഒരു വസ്തു അവിടെ എന്തായിരിക്കും? രണ്ടും രണ്ടായി. ഓക്കെ, ഇനി ആ രണ്ട് ഭാഗം അവിടെ ഓക്കെ. ഇനി പ്രവേഗം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്ഥാനാന്തരം എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പ്രവേഗം പഠിക്കുകയാണ്. വെലോസിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഒരു വസ്തുവിന് യൂണിറ്റ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് എന്ത് ചെയ്യുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. എന്താണ് പ്രവേഗം? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം എന്താണ്? ഒരു സദിശ അളവാണ് കേട്ടോ. പ്രവേഗം എന്തിനുണ്ട്? നമ്മൾ നേരത്തെ സദിശ അളവുകളും അദിശ അളവുകളെ കുറിച്ചും പറഞ്ഞു. അതില് പ്രവേഗം എന്തിനു ഉദാഹരണമാണ്? സദിശ അളവിന് ഉദാഹരണമാണ്. പ്രവേഗം സദിശ അളവാണ് അല്ലെ? പ്രവേഗം സദിശ, ഒരു മിനിറ്റ്. പ്രവേഗം എന്താണ്? ഒരു സദിശ അളവിന് ഉദാഹരണമാണ്. അതേപോലെ സദിശ അളവിന് മറ്റൊരു ഉദാഹരണം അല്ലെ? ആക്കം. ആക്കം എന്താണ്? ആക്കം ഒരു സദിശ അളവാണ് കേട്ടോ. ആക്കം എന്താണ്? ഒരു സദിശ അളവാണ്. അതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഭൂഗുരുത്വാകർഷണ ബലം ഉണ്ടല്ലോ. അങ്ങനെ ആലോചിക്കണം, ഒന്ന് പഠിച്ച് നമ്മൾ കുറെ സദിശ അളവുകൾ അദിശ അളവുകളൊക്കെ പറയും അല്ലെ? ഭൂഗുരുത്വാകർഷണ ബലം, ഭൂഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലം എന്തിനാണ്? ഒരു സദിശ അളവിന് ഉദാഹരണമാണ്. ഒക്കെ പഠിച്ചു. അപ്പൊ എന്താണ് പ്രവേഗം എന്ന് പറയുന്നത്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ്. ഇവിടെ യൂണിറ്റും ശ്രദ്ധിക്കണം, ഇവിടെ സ്ഥാനാന്തരവും ശ്രദ്ധിക്കുക. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെ ദിശ. സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് എന്ത് ചെയ്യുന്നത്? പ്രവേഗത്തിന്റെ ദിശ. അപ്പൊ സ്ഥാനാന്തരം ഇപ്പൊ നേർരേഖയിലാണെങ്കിൽ പ്രവേഗത്തിന്റെയും ദിശ എങ്ങനെ തന്നെയായിരിക്കും? നേർരേഖയിലായിരിക്കും. ഇനി സ്ഥാനാന്തരത്തിന്റെ ദിശ നേരെ എങ്ങനെയാണ്? നേർരേഖയിലല്ലാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും എന്തിന്റെയും ദിശ? പ്രവേഗത്തിന്റെയും ദിശ എന്ന് പറയുന്നത്. ഇനി പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. പഠിച്ചോട്ടെ, പ്രീവിയസ് ആണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രവേഗം കണക്കാക്കാനായിട്ട് പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ്. ഇവിടെ സോറി, നമ്മൾ ഒരുപാട് അങ്ങനെ സ്ട്രെയിൻ എടുത്തിട്ട് നന്നായി പഠിക്കട്ടെ എന്നുള്ളൊരു ഇതിൽ നമ്മൾ അങ്ങനെ സ്ട്രെയിൻ എടുക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങനെ നമുക്കൊരു ചുമ വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുന്നുണ്ടാകും. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ഒരു വസ്തുവിനുണ്ടാകുന്ന, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെ ദിശ എന്ന് പറഞ്ഞു. പക്ഷേ സ്ഥാനാന്തരം ഒരിക്കലും അതിന്റെ സഞ്ചാരത്തിന്റെ പാതയെ ആശ്രയിക്കുന്നില്ല. പക്ഷെ പ്രവേഗം കണക്കാക്കാനായിട്ട് പരിഗണിക്കേണ്ടത് എന്താണ്? സഞ്ചരിക്കാനെടുത്ത ആകെ സമയം. സഞ്ചാരപാതയെ കണക്കാക്കണ്ട, പ്രവേഗം കണക്കാക്കാൻ സഞ്ചരിക്കാനെടുത്ത എന്ത് മാത്രം മതി? സമയം മാത്രം മതി ട്ടോ. ഒരു പ്രവേഗം കണക്കാക്കാൻ സഞ്ചരിക്കാനെടുത്ത സമയം മാത്രം മതി. ഒരിക്കലും സ്ഥാനാന്തരം എന്ത് ചെയ്യുന്നില്ല? അതിന്റെ സഞ്ചാരപാതയെ ഒരിക്കലും ആശ്രയിക്കുന്നില്ല. അപ്പൊ ഇവിടെ പ്രവേഗത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു. എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത്. ഇനി പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3, പ്രവേഗം ഒരു സദിശ അളവാണ്. പിന്നെ സ്ഥാനാന്തരത്തിന്റെ ദിശയാണ്. 4ാമത്തെ പോയിന്റ് എന്താണ് പഠിച്ചത്? സ്ഥാനാന്തരണത്തിന്റെ, ഇവിടെ എസ് കേട്ടോ, സ്ഥാനാന്തരം നമ്മൾ എസ് കൊണ്ടല്ലേ, സ്ഥാനാന്തരണത്തിന്റെ ദിശ തന്നെയാണ് എന്ത് പറയുന്നത്? പ്രവേഗത്തിന്റെയും ദിശ എന്ന് പറയുന്നത്. പ്രവേഗം കണക്കാക്കാൻ 5ാമത്തെ പോയിന്റ്, പ്രവേഗം കണക്കാക്കാൻ എന്തിനെയാണ് ആശ്രയിക്കുന്നത്? വസ്തു സഞ്ചരിക്കാൻ എടുത്ത ആകെ സമയമാണ്. ഓക്കെ, ഇത്രയും പഠിച്ചു. ഇനി ഇവിടെ നോക്കിക്കേ, 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന്, 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ, ഒറ്റ മിനിറ്റ്
ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു സയൻസിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തിയാണ്. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ കൂട്ടുകാര് നിങ്ങൾ എന്നെ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് എനിക്ക് കമന്റ് മിസ് ഇങ്ങനെയല്ല കേട്ടോ അങ്ങനെയാണെന്ന് എന്തെങ്കിലും പറഞ്ഞു തരണം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്, 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന്റെ നീളം എത്രയാണ്, 200 മീറ്റർ ആണ്. ട്രെയിനിന്റെ എത്രയാണ്, ഡിസ്റ്റൻസ് ഓഫ് ട്രെയിൻ അല്ലെ. ഇനി ഇവിടെ എത്രയാണ് ഒരു ട്രെയിന് പ്രവേഗം, വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട്, പ്രവേഗം എത്ര തന്നു, 20 മീറ്റർ പെർ സെക്കൻഡ് തന്നു. ആദ്യം നമ്മൾ ഒരു കണക്ക് തരുന്ന സമയത്തില്ലേ അതിനിങ്ങോട്ട് ആദ്യം ഇങ്ങോട്ട് എടുത്തെഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വേഗം കണക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ സെന്റൻസ് തന്നെ വായിച്ച് നിൽക്കുമ്പോൾ എന്താണ്, എളുപ്പത്തിൽ ചെയ്യുന്നവരൊക്കെ, അല്ലാത്തവർ ഇപ്പൊ എന്നെ പോലുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഇങ്ങോട്ട് വേഗം ഒന്നും എടുത്തു മാറ്റാം. പിന്നെ ഈ ട്രെയിന് 800 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ അല്ലെ, ഒരു ബ്രിഡ്ജ് കടക്കാൻ എത്ര വേണം, 800 മീറ്റർ നീളം കടക്കാൻ എത്ര സമയം എടുക്കുന്ന വെച്ചാൽ, അപ്പൊ ഇവിടെ മൊത്തം ഡിസ്റ്റൻസ് എത്രയുണ്ട്, എത്ര ദൂരം ഉണ്ട്, 200 മീറ്റർ ട്രെയിനിന്റെയും 200 മീറ്റർ ട്രെയിനിന്റെ നീളം വന്നു. പിന്നെ 800 മീറ്റർ ഏതിന്റെ വന്നു, പാലത്തിന്റെ വന്നു 800. അപ്പൊ മൊത്തം എത്രയായി, 1000 മീറ്റർ ആയി അല്ലെ, 1000 മീറ്റർ ആയി. ഇനി പ്രവേഗം എത്രയാണ്, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കിടക്കുന്നത്, സമയം എത്ര എന്നാണ് ചോദ്യം. എത്രയാണ്, സമയം എത്ര എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ എത്രയാണ് പ്രവേഗം ഇവിടെ തന്നു, 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 1000 എന്ത് ചെയ്യണം, 20 കൊണ്ട് നമ്മൾ ഡിവൈഡഡ് ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ എത്ര കിട്ടി, 50. കണ്ടോ 50. അപ്പൊ എത്ര സമയം എടുക്കും, 50. അപ്പൊ ഇവിടെ ആൻസർ കിട്ടിയല്ലോ. ഇവിടെ ചോദ്യം എന്താ വന്നിരിക്കുന്നത്, 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ നമുക്കറിയാലോ. അപ്പോ ഈ ട്രെയിന് 800 മീറ്റർ നീളമുള്ള ഒരു നേർപ്പാലം കടക്കാൻ എത്ര സമയം എടുക്കും, മനസ്സിലായോ. അപ്പോ 50 സെക്കൻഡ് അല്ലെ, 50 സെക്കൻഡ് അല്ലേ ഇവിടെ വരിക. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇനി എന്താണ് നോക്കിക്കോ, ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ്. തുല്യ ഇടവേളകളിൽ എന്താണ്, തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ്. ആ വസ്തു എന്താണ്, സമപ്രവേഗത്തിലാണ്. വേഗം, ദിശ എന്നിവ മാറിയാൽ പ്രവേഗവും എന്താകും, മാറും. നമ്മൾ പറഞ്ഞില്ലേ സ്ഥാനാന്തരത്തിന് പറയുമ്പോൾ നേർരേഖയിലാണെങ്കിൽ എന്താണ്, നേർരേഖ തന്നെ ആണെങ്കിൽ എന്തായിരിക്കും, ദിശ ഒരേപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ വേഗത്തിനോ ദിശയ്ക്കോ മാറിയാൽ പ്രവേഗവും എന്ത് ചെയ്യും, മാറും. ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാലും പ്രവേഗത്തിന് എന്ത് ചെയ്യും, മാറ്റം വരും. വസ്തുവിന്റെ പ്രവേഗത്തിന് മാറ്റമുണ്ടെങ്കിൽ അത് അസമപ്രവേഗമായിരിക്കും. വസ്തുവിന്റെ പ്രവേഗത്തിന് മാറ്റമില്ല എങ്കിൽ അത് എന്തായിരിക്കും, സമപ്രവേഗത്തിലായിരിക്കും. സമപ്രവേഗം. ഇനി വസ്തുവിന്റെ പ്രവേഗത്തിന് മാറ്റമുണ്ട് എങ്കിൽ എന്തായിരിക്കും, അത് ഒരു അസമപ്രവേഗം ആയിരിക്കും. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചുവടെ നൽകിയ സന്ദർഭങ്ങളിൽ സമപ്രവേഗം, അസമപ്രവേഗം എന്നിങ്ങനെ സയൻസ് ഡയറിയിൽ പട്ടികപ്പെടുത്താൻ പറയുന്നുണ്ട്. ഇവിടെ 5 തന്നിട്ടുണ്ട്. മുകളിൽ നിന്നും താഴേക്കിട്ട കല്ലിന്റെ ചലനം എന്തായിരിക്കും, മുകളിൽ നിന്നും താഴേക്കിട്ട കല്ലിന്റെ ചലനം അതെന്തായിരിക്കും, സമപ്രവേഗമായിരിക്കും അല്ലെ, സമപ്രവേഗമായിരിക്കും. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തായിരിക്കും, അതും സമപ്രവേഗമായിരിക്കും. ഇനി ബസ് സ്റ്റോപ്പിൽ നിന്നും പുറപ്പെട്ടിട്ട് മുന്നോട്ട് നീങ്ങുന്ന ബസ് ഒരേ ദിശയിലായിരിക്കും ബസ് പോകുന്നത്, അല്ല അല്ലെ, ഒരേ ദിശയിലാണ്. ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നു പറയുമ്പോൾ അത് ഒരേ ദിശയിൽ. പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്നും പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ബസ് എന്തായിരിക്കും, അതൊരു അസമപ്രവേഗമായിരിക്കും. ഇനി ഒരു ട്രെയിന് ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന അവസരം എന്തായിരിക്കും, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു നീങ്ങുന്ന ട്രെയിൻ എന്തായിരിക്കും, അത് അസമപ്രവേഗം ആയിരിക്കും. ഇനി ഊനാലാടുന്നത് ഏതായിരിക്കും, അത് സമപ്രവേഗമായിരിക്കുമോ അസമപ്രവേഗമായിരിക്കുമോ, താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. താഴെ അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അങ്ങനെയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഊനാലാടുന്നത് എന്തിന്റെ പ്രവേഗമാണ്. ഇനി
ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിനുണ്ടാകുന്ന പ്രവേഗമാറ്റത്തിന്റെ അളവാണ് അഥവാ അല്ലെങ്കിൽ പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് എന്ന് പറയുന്നത് ത്വരണം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ? ഏതൊക്കെയാണ്? സദിശ അളവ്. ഒരു ഉദാഹരണം ഒന്നും കൂടി എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സദിശ അളവുകൾക്ക് ഉദാഹരണം ഏതൊക്കെ പറയാം? ഒന്ന് സ്ഥാനാന്തരം പറയാം അല്ലെ? സദിശ അളവുകൾക്ക് ഉദാഹരണമാണ് ഒന്ന് സ്ഥാനാന്തരം. പിന്നെ ഏത് പറയാം? നേരത്തെ പറഞ്ഞത് ഓക്കെ. പിന്നെന്താണ്? പ്രവേഗം അല്ലെ? സ്ഥാനാന്തരം, പ്രവേഗം. പിന്നെന്ത് പറയാം? ത്വരണം പറയാം അല്ലെ? സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം. ഇതൊക്കെ എന്താണ്? സദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. അദിശ അളവുകൾക്ക് ഏതൊക്കെ വരും? ദൂരം, വേഗത. ഇതൊക്കെ എന്താണ്? അദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. ഇനി ഇവിടെ എന്താ നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്? ത്വരണത്തെ കുറിച്ചിട്ടാണ്. എന്താണ് ത്വരണം? എന്താണ് ത്വരണം? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന പ്രവേഗമാറ്റത്തിന്റെ അളവ് അല്ലെങ്കിൽ പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് എന്ന് പറയുന്നത് ത്വരണം എന്ന് പറയുന്നത്. ആക്സിലറേഷൻ. ത്വരണം കാണാൻ പ്രവേഗമാറ്റം. ത്വരണത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കുക? ആക്സിലറേഷനിൽ എ വെച്ചിട്ട് ഉപയോഗിക്കും. പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ സമയം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മള് ആക്സിലറേഷൻ കാണുന്നത്. ത്വരണം കാണാൻ പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ ടൈം ആണ്. ത്വരണം എന്താണ്? ഒരു സദിശ അളവാണ്. ത്വരണം, പ്രവേഗം, സ്ഥാനാന്തരം ഇതൊക്കെ എന്താണ്? ഒരു സദിശ അളവിന് ഉദാഹരണമാണ്. ആക്കം അല്ലെ? ഇതൊക്കെ എന്താണ്? സദിശ അളവാണ്. അപ്പൊ എങ്ങനെയാണ് ത്വരണം കാണുക? പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ ടൈം ആണ്. പ്രവേഗമാറ്റം ത്വരണം എ കണ്ടു. എന്താണ്? പ്രവേഗമാറ്റം വി മൈനസ് എന്താണ്? യു ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ത്വരണം നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നോക്കുക. 10 മീറ്റർ സെക്കൻഡ് പ്രവേഗം, മീറ്റർ പെർ സെക്കൻഡ്. വി എത്ര തന്നു? ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് തന്നു. നേർരേഖാ പഥയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് എത്രയുണ്ട്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ട്. എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ട്. 2 സെക്കൻഡിന് ശേഷം ടൈം എത്ര തന്നു? 2 സെക്കൻഡിന് ശേഷം കാറിന്റെ പ്രവേഗം കാണുക. ഇവിടെ തന്നിട്ടുണ്ട് ആദ്യ പ്രവേഗവും നമ്മൾ കാണണം. അവിടെ എന്ത് തന്നിട്ടുണ്ട്? ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട്. എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്ത്യപ്രവേഗം കാണാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട്, അന്ത്യപ്രവേഗം കാണണം. ആദ്യ പ്രവേഗം എത്ര തന്നു? യു തന്നു അല്ലെ? 10 മീറ്റർ പെർ സെക്കൻഡ്. ത്വരണം എത്ര തന്നു? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നു. സമയം എത്ര തന്നു? 2 സെക്കൻഡ്. ഇനി നമുക്ക് അന്ത്യപ്രവേഗം കാണണ്ടേ? നമ്മൾ എന്താണ് ഇക്വേഷൻ പഠിച്ചത്? എ കാണാൻ എന്താണ്? ബി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി തന്നു. ബി എത്രയാണ്? തന്നിട്ടുണ്ടോ? ബി കാണാൻ തന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ബി മൈനസ് യു എന്ത് ചെയ്യണം? എ ടി കാണണം അല്ലെ? നമുക്കിവിടെ വി തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ? അന്ത്യപ്രവേഗമല്ലേ കാണേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബി മൈനസ് യു എന്താണ്? ആദ്യ പ്രവേഗമാണ് അല്ലെ? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? യു പ്ലസ് എ ടി. കണ്ടോ? ആദ്യ പ്രവേഗം പ്ലസ് ത്വരണം ഇൻറ്റു ടൈം. അപ്പൊ ഇവിടെ യു എത്ര തന്നിട്ടുണ്ട്? യു എത്ര തന്നു? 10 അല്ലെ? യു ഫസ്റ്റ് ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 10 പ്ലസ് എ എത്രയാണ്? 5 അല്ലെ? 5 ഇൻറ്റു 2 എത്ര കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പൊ ഇവിടെ ആദ്യ പ്രവേഗം നമുക്ക് തന്നു, വി തന്നു, യു തന്നു. യു എന്താണ്? ആദ്യ പ്രവേഗമാണ്. യു വി എന്നല്ലേ നമ്മൾ പറയാ? യു കഴിഞ്ഞിട്ടല്ലേ വി പറയാ? അപ്പൊ യു എന്താണ്? ആദ്യ പ്രവേഗം. യു കഴിഞ്ഞിട്ടുള്ള ഇനീഷ്യൽ അല്ലേ വി? അപ്പൊ അത് അന്ത്യപ്രവേഗം എടുക്കാം. യു എത്ര തന്നു? 10 മീറ്റർ പെർ സെക്കൻഡ് തന്നു. ഇവിടെ എ എത്ര തന്നു? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് ത്വരണത്തിന്റെ യൂണിറ്റ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഇവിടെ നമുക്ക് ടൈം എത്ര തന്നു? 2 സെക്കൻഡ് തന്നു. നമുക്കിനി ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം വി കാണണം അല്ലെ? വി കാണണം.
ഓക്കെ, ഇവിടെ എന്താണ് അന്ത്യപ്രവേഗം നമുക്ക് കാണാം. അന്ത്യപ്രവേഗം കാണാൻ എന്ത് നമ്മൾ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? വി മൈനസ് യു, അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ഇസ് ഈക്വൽ ടു ത്വരണം ഇൻറ്റു ടൈം. ഇപ്പോ വി മൈനസ് യു അല്ലെ, വി മൈനസ് യു എന്താണ്? എ ഇൻറ്റു ടി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വി ഇല്ല അല്ലെ, അന്ത്യപ്രവേഗം തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വി സമം യു പ്ലസ് എ ഇൻറ്റു ടി ആണ്. എ ഇൻറ്റു ടി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഒരേ അത് ഇട്ട് കൊടുക്കുക. യു എത്രയാണ്? 10 പ്ലസ് ത്വരണം എത്രയാണ്? 5, ടൈം എത്രയാണ്? 2. അപ്പൊ എത്ര കിട്ടി? എത്ര കിട്ടി? നമ്മള് ഇത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും 10 പ്ലസ് 5 15 15 ഇൻറ്റു 2 വെച്ചിട്ട് ചെയ്യരുത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ബോർഡ് മാസ് രീതിയിൽ തന്നെ ചെയ്യുക. 2 ഇൻറ്റു 5 10, 10 പ്ലസ് 10 20, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് എത്ര കിട്ടിയത്? വി കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആദ്യ പ്രവേഗം തന്നു, ചിലപ്പോ അന്ത്യ തരാം, തിരിച്ചും തരാം കേട്ടോ. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാം കേട്ടോ. പ്രവേഗം കുറഞ്ഞു വരുന്നതിന്റെ നിരക്കാണ് നെഗറ്റീവ് ത്വരണം അഥവാ മന്ദീകരണം. പ്രവേഗം കുറഞ്ഞു വരികയാണെങ്കിൽ അത് നെഗറ്റീവ്. നമ്മൾ എന്തും കുറയുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് അല്ലേ? നമ്മുടെ മാർക്ക് കൊടുക്ക് എക്സാം ഹാളിൽ മാർക്ക് ആയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നെഗറ്റീവ് അടിക്കുമ്പോൾ മാർക്ക് കുറയില്ലേ ചെയ്യുന്നത്? അപ്പോ പ്രവേഗം കുറഞ്ഞു വരുന്നതിന്റെ നിരക്കാണ് നെഗറ്റീവ് ത്വരണം അഥവാ മന്ദീകരണം എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ത്വരണത്തിന്റെ യൂണിറ്റും മന്ദീകരണത്തിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആണ്. സദിശ അളവുകൾക്ക് ഉദാഹരണങ്ങൾ ഏതാണ്? പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ഇതൊക്കെ എന്താണ്? സദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. ഇനി അദിശ അളവുകൾക്ക് ഉദാഹരണം ഏതാണ്? അദിശ അളവുകൾക്ക് നമ്മൾ എന്ത് പറഞ്ഞു? വേഗത, ദൂരം, ഇതൊക്കെ എന്താണ്? അദിശ അളവുകൾ. ഞാൻ ഒന്നുകൂടി റിവിഷൻ ആയിക്കോട്ടെ അങ്ങോട്ട് വീണ്ടും പറഞ്ഞതാണ് കേട്ടോ, വീണ്ടും പറഞ്ഞതാണ്. അപ്പൊ ത്വരണത്തിന്റെ യൂണിറ്റും മന്ദീകരണത്തിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പ്രവേഗത്തിന്റെ എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗത്തിന്റെ എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. സമത്വരണവും അസമത്വരണവും, യൂണിഫോം ആക്സിലറേഷനും നോൺ യൂണിഫോം ആക്സിലറേഷൻ. സമത്വരണം, അസമത്വരണം. എന്താണ് സമത്വരണം? ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ്, അതൊക്കെ ആ വാക്കിൽ തന്നെ എടുക്കാം കേട്ടോ. ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അവ സമത്വരണത്തിലാണ്. എന്നാൽ ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അസമത്വരണത്തിനും ഉദാഹരണമാണ്. തുല്യ ഇടവേളകളിൽ തുല്യമായാൽ അത് സമം, എന്നാൽ വ്യത്യസ്തമായാൽ അത് അസമത്വരണത്തിനും ഉദാഹരണമാണ്. ഇനി നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു എന്താണ് പ്രീവിയസ് ആണ് കേട്ടോ. ഒരു 2020-ലാണ് തോന്നുന്നു. ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെ എന്താണ് പറയുക കേട്ടോ. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം എന്താണ് പറയുക? അതേപോലെ യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം എന്ത് പറയും? സ്ഥാനാന്തരമാണ്. ഇത് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടുന്നുണ്ടോ? യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെ എന്ത് പറയുന്നു? യൂണിറ്റ് സമയത്തിനുണ്ടായ സ്ഥാനാന്തരത്തെ എന്തു പറയുന്നു? എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇത് കിട്ടുന്നുണ്ടോ? ചെയ്യാൻ കഴിയുന്നുണ്ടോ? യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെ എന്തു പറയും? നമ്മള് വേഗം എന്ന് പറയുന്നു. ഇനി യൂണിറ്റ് സമയത്തിനുണ്ടായ സ്ഥാനാന്തരമാണ് എന്ത് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. പ്രവേഗവും കേട്ടോ. അപ്പൊ ഇവിടെ സമത്വരണം എന്താണ് പഠിച്ചു, എന്താണ് അസമത്വരണം പഠിച്ചു, എന്താണ് വേഗം പറഞ്ഞതെന്നോ, എന്താണ് പ്രവേഗം. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിന്റെ അളവ് ആ സമയ ഇടവേളയിലെ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ
ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ, അതായത് വിയും ഉണ്ടാകും, അവിടെ എന്തുണ്ടാകും, ഒരു ടൈമും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ഗ്രാഫില് നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിന്റെ അളവ്, എസിന്റെ അളവ് ആ സമയ ഇടവേളകളിലെ ഗ്രാഫിന് ചുവടെയുള്ള എന്തിന് തുല്യമായിരിക്കും, പരപ്പളവിന് തുല്യമായിരിക്കും. പരപ്പളവിന് തുല്യമായിരിക്കും. ഇനി നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് തുടങ്ങാം. ചലന സമവാക്യങ്ങൾ. ഒന്നാം ചലന നിയമവും രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം. ചലന സമവാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളാണ് ഉപയോഗിക്കുന്നത്. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ആദ്യ പ്രവേഗം u, അന്ത്യപ്രവേഗം v-ലും, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എസിലും ത്വരണത്തിന്റെ യൂണിറ്റ് എയിലും പ്രവേഗമാറ്റത്തിനടുത്ത സമയം ടിയിലും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അത് നിങ്ങൾ യുയും വിയും കൺഫ്യൂഷൻ ആകുകയാണെങ്കിൽ യു കഴിഞ്ഞിട്ടാണ്, യു കഴിഞ്ഞിട്ടുന്നില്ല വി ആണല്ലേ. ഇനി ABCD ചൊല്ലി നോക്കേണ്ടി വരുമോ? ചൊല്ലി നോക്കണ്ടോ ആരെങ്കിലും? ചൊല്ലി നോക്കണം ചിലപ്പോ. RSTUV അല്ലെ. യു ആദ്യ പ്രവേഗം അല്ലെ, ഫസ്റ്റ് വരുന്ന അക്ഷരം. വി അന്ത്യപ്രവേഗം, എസ് സ്ഥാനാന്തരം, ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പ്രവേഗമാറ്റത്തിനടുത്ത സമയം, ടൈം ടിയും. അങ്ങനെയാണ് ചലന സമവാക്യങ്ങൾ എന്ത് ചെയ്യുന്നത്, സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അക്ഷരങ്ങളിലാണ്. പ്രവേഗവും സമയവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ, എന്താണ് പ്രവേഗവും സമയവും തമ്മിലുള്ള, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ പ്രവേഗ സമയ ഗ്രാഫ് കണ്ടോ, പ്രവേഗവും സമയവും തമ്മിലുള്ള വിയും പിന്നെ ടൈമും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് ഉപയോഗിക്കുക, വി സമം, നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചു, യു പ്ലസ് എ ടി അല്ലെ, യു പ്ലസ് എ ടി എന്ന സമവാക്യം ഉപയോഗിക്കാം. വി സമം യു പ്ലസ് എ ടി. ഇനി സ്ഥാനാന്തരവും സമയവും, അവിടെ പ്രവേഗം സമയം പറഞ്ഞു, ഇനി സ്ഥാനാന്തരവും സമയം തമ്മിലുള്ള ബന്ധം കണക്കാക്കാൻ അപ്പൊ നമ്മൾ എന്താണ്, എസ് ആണ് കാണും അല്ലെ. ഇവിടെ പ്രവേഗവും സമയം തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുമ്പോൾ വി കൊടുക്കുക, സ്ഥാനാന്തരവും സമയം കൊടുക്കുമ്പോൾ എസ് കണ്ടെത്തിയിട്ട് എന്ത് പറയണം, യു ടി ലെ ആദ്യ പ്രവേഗം ഇൻറ്റു ടൈം പ്ലസ് ഹാഫ് പിന്നെന്താണ് എ ടി സ്ക്വയർ അല്ലെ, ത്വരണം ഇൻറ്റു ടൈമിന്റെ സ്ക്വയർ, ത്വരണം ഇൻറ്റു ടൈമിന്റെ സ്ക്വയർ. ഏതൊക്കെയാണ് ശ്രദ്ധിക്കുക, പ്രവേഗവും സമയവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ, പ്രവേഗവും സമയവും, പ്രവേഗം അപ്പൊ വി ആണ് കാണേണ്ടത്, യു പ്ലസ് എ ടി. ഇനി സ്ഥാനാന്തരവും സമയവും നമ്മൾ എസ് ആണ് അവിടെ കണക്ട് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുന്നു, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാ ഇവിടെ ഈ ചലന സമവാക്യങ്ങൾ നോക്കുക കേട്ടോ. ഒന്നാം ചലന നിയമത്തിന്റെയും രണ്ടാം ചലന നിയമത്തിന്റെയും മൂന്നാം ചലന നിയമത്തിന്റെയും ഇക്വേഷൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം ചലന സമവാക്യം വി സമം യു പ്ലസ് എ ടി. ഇവിടെ സ്ഥാനാന്തരത്തിനെ വെച്ച് നോക്കുമ്പോൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി വി സ്ക്വയർ പ്രവേഗമാറ്റത്തിന്റെ നിരക്കില് അതിലെങ്ങനെ കാണും, യു സ്ക്വയർ പ്ലസ് 2as, യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ ഒരു കണക്ക് തന്നിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിന്റെ പ്രവേഗം എത്രയാണ്, 2 സെക്കൻഡ് കൊണ്ട്. എത്രയാണ് 2 സെക്കൻഡ് കൊണ്ട് എത്രയാണ്, ഇവിടെ തെറ്റി, ഒറ്റ മിനിറ്റ്. ഇവിടെ എന്താ പറഞ്ഞത്, നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിന്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് വി എത്ര തന്നു, ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡ് തന്നു. 20 മീറ്റർ പെർ സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ സെക്കൻഡുമായി അല്ലെ. 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് എത്ര ചെയ്തു, 40 മീറ്റർ പെർ സെക്കൻഡുമായി എന്ത്, ഒരു വസ്തുവിന്റെ പ്രവേഗം. ഈ സമയ ഇടവേള വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്ര, വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്ര എന്നാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പ്രവേഗവും സമയവും തന്നിട്ടുണ്ട്, ഇവിടെ സ്ഥാനാന്തരം. അപ്പൊ ഇവിടെ സ്ഥാന സമയ ഗ്രാഫാണ് ഇവിടെ കാണേണ്ടത് അല്ലെ. എസ് ആണ് പറഞ്ഞിരിക്കുന്നത്, സ്ഥാന സമയം ആണ് ഇവിടെ ആസ്പദമാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്ഥാനാന്തരത്തിന്റെ വെച്ചിട്ട് കണക്കാക്കിയപ്പോ ഏതാണ് ഇക്വേഷൻ പറഞ്ഞത്, സ്ഥാനാന്തരത്തിൽ വെച്ചിട്ട് കണക്കപ്പോ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ, ഇതാണ് ഇക്വേഷൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യ പ്രവേഗം തന്നു, എത്രയാണ്, യു തന്നു, എത്ര തന്നു, 20 മീറ്റർ പെർ സെക്കൻഡ് തന്നു. ഇനി അന്ത്യപ്രവേഗം തന്നു 40 മീറ്റർ പെർ സെക്കൻഡ് തന്നു.
ഇനി ടൈം 2 ഉണ്ട് അല്ലെ, ടൈം 2 തന്നിട്ടുണ്ട്, 6 സെക്കൻഡും 2 സെക്കൻഡും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 6 സെക്കൻഡിനെയും 2 സെക്കൻഡിനെയും മൈനസ് ചെയ്തിട്ട് എത്രയായി, 4 സെക്കൻഡ് ആയി. എത്രയാണ്, 4 സെക്കൻഡ് കിട്ടി. ഇനി നോക്കൂ, ഇവിടെ 40 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 4. 40 മൈനസ് 20 20, 20/4 5. 5 മീറ്റർ പെർ സെക്കൻഡ് എന്ത് കിട്ടി, നമുക്ക് ത്വരണം കിട്ടി. നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഇവിടെ എ തന്നിട്ടില്ലല്ലോ, എ തന്നിട്ടുണ്ടോ, ഇല്ല. നമുക്ക് അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, എ കാണണം അല്ലെ, ആദ്യം എ കാണണം. അപ്പൊ നമുക്ക് ഇവിടെ എ എത്ര കിട്ടി, 5. എ എത്ര കിട്ടി, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടി ചെയ്യണം കേട്ടോ. എ കാണാൻ എന്ത് ചെയ്യണം, ത്വരണം കാണാൻ, എ കണ്ടുപിടിക്കാൻ ഒന്ന് എനർജിക് ആയിട്ടിരുന്നേ. ഫിസിക്സ് ഒക്കെ മാത്സ് ഒക്കെ പഠിക്കുന്ന പറഞ്ഞ തനിക്ക് ഒരു വെളിവില്ലാത്തൊരു അവസ്ഥ വരുന്ന കണ്ടീഷനാണ്. അതുകൊണ്ട് പറയാണ് എ കാണാൻ. ഇപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ശ്രദ്ധിക്കുക, ഇവിടെ സ്ഥാനാന്തരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സ്ഥാനവും സ്ഥാനാന്തര സമയം ബന്ധമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് സ്ഥാനാന്തര സമയമാണ് അത് കാണണമെങ്കിൽ ഇക്വേഷൻ ഈ ഇക്വേഷൻ ആണ്, എസ് ആണ് കാണാൻ, ut പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇവിടെ യു തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട് അല്ലെ, അന്ത്യപ്രവേഗവും ആദ്യ പ്രവേഗവും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ടൈം തന്നിട്ടുണ്ടോ, ടൈം തന്നിട്ടുണ്ട്, 2 ടൈം തന്നിട്ടില്ലേ, 6 സെക്കൻഡ് തന്നിട്ടുണ്ട്, 2 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇവിടെ എ തന്നിട്ടുണ്ടോ, എ തന്നിട്ടില്ല. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം എ കാണണം. എ കാണാൻ എന്താണ് ഇക്വേഷൻ, അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം, അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം, അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടി. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കാണണം, എ കാണാൻ അന്ത്യപ്രവേഗം 40, ആദ്യ പ്രവേഗം 20 ഡിവൈഡഡ് ബൈ ടൈം. ടൈം എത്രയാണ്, 6 സെക്കൻഡിൽ നിന്ന് 2 സെക്കൻഡ് മൈനസ് ചെയ്ത 4, 40 മൈനസ് 20 20 ഡിവൈഡഡ് ബൈ 4 5. നമുക്ക് എ കിട്ടി 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്താണ്, ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കണം, സ്ഥാനാന്തരം എത്ര എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സ്ഥാനാന്തരത്തിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന് കൊടുക്കുക. യു എത്രയാണ്, 20 മീറ്റർ സെക്കൻഡ് ആണ്. എന്താണ് യു, എന്താണ് ആദ്യ പ്രവേഗം അല്ലെ, ആദ്യ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു എത്രയാണ്, 20 മീറ്റർ പെർ സെക്കൻഡിൽ എത്രയാണ്, 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 4 സെക്കൻഡ് പ്ലസ് എത്ര കിട്ടി, ടൈം നമുക്ക് ഇവിടെ കിട്ടിയില്ല, ഇവിടെ ടൈം നമ്മൾ 4 പറഞ്ഞത്. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 4 സെക്കൻഡ് പ്ലസ് പിന്നെ ഹാഫ് at സ്ക്വയർ 1/2 ഇൻറ്റു എ കിട്ടിയില്ലേ, 5 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ ഇവിടെ ടി സ്ക്വയർ അല്ലേ, 4 സെക്കൻഡ് അല്ലേ ടൈം വന്നത്, 4 സെക്കൻഡിന്റെ സ്ക്വയർ എടുത്തു കേട്ടോ, 4 സെക്കൻഡിന്റെ സ്ക്വയർ എടുത്തു. നമുക്കിവിടെ എത്ര കിട്ടി, 120 മീറ്റർ എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി കേട്ടോ. ഇപ്പൊ ഇവിടെ ഈ 4 സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ at സ്ക്വയർ കണ്ടോ, ഈ at സ്ക്വയർ എ എത്ര വന്നു, 5 മീറ്റർ സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടിയില്ലേ, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ 5 കിട്ടിയില്ലേ. പിന്നെ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്, ടി സ്ക്വയർ ആണ് ഇൻറ്റു 4 സെക്കൻഡ് അല്ലെ, ടൈം നമ്മൾ ഇവിടെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 4 എന്നുള്ളത്, 4 സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്, 120 എന്നുള്ളത് കിട്ടുന്നത്. എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ കേട്ടോ. നിങ്ങൾ എന്താണ്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ എനിക്ക് അറിയാവുന്ന രീതിയിൽ, ഞാൻ പഠിച്ച രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ 1ാം ചലന സമവാക്യവും 2ാം ചലന സമവാക്യം 3ാം ചലന സമവാക്യം നന്നായിട്ട് പഠിക്കുക. ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടി, ടൈം ആണ്. അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇനി സമയവും എന്താണ്, പ്രവേഗവും സമയവും തമ്മിലുള്ളതാണ് കാണേണ്ടതെങ്കിൽ പ്രവേഗം ഓക്കെ, ഒറ്റ മിനിറ്റ്, പ്രവേഗവും സമയവും തമ്മിലാണ് നമുക്ക് കാണേണ്ടത് എങ്കിൽ, വി ആണ് കാണേണ്ടത് എങ്കിൽ എന്ത് ചെയ്യണം, u പ്ലസ് at ട്ടോ, u പ്ലസ് at. ഇനി സ്ഥാനാന്തരവും ടൈമും ആണ് കാണേണ്ടത് എങ്കിൽ ut പ്ലസ് ഹാഫ് at സ്ക്വയർ ഇക്വേഷൻ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ത്വരണം ആദ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ആൻസറിലേക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും.
ഇനി ഒരു കാറിന്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 16 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നുവെങ്കിൽ കാറിന്റെ ത്വരണം കണക്കാക്കുക. ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം എത്ര? ഇവിടെയും ചോദ്യം വന്നു, എന്താണ്? എസ് ആണ് അല്ലെ. എസ്സും ടൈമും തമ്മിലുള്ള നിരക്ക് കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ത്വരണവും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം ത്വരണം എന്ത് ചെയ്യണം? ഒരു കാറിന്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡ് ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട് അല്ലെ. ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട്, അന്ത്യപ്രവേഗവും തന്നിട്ടുണ്ട് അല്ലെ. ആദ്യ പ്രവേഗവും ഉണ്ട്, അന്ത്യപ്രവേഗവും ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ഫസ്റ്റ് യു തന്നു. യു എന്താണ്? ആദ്യ പ്രവേഗം എത്ര തന്നു? 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ. വേഗം ഇവിടെ എസ് പറയുന്നത് ഇത് ടൈമാണ്, ഇത് ടൈമാണ്. ഇതെന്താണ്? ആദ്യ പ്രവേഗമാണ്. ഇതെന്താണ്? അന്ത്യപ്രവേഗമാണ്. അപ്പൊ നമുക്ക് ആദ്യ പ്രവേഗം എത്ര തന്നു? 6 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് എന്താണ്? പ്രവേഗത്തിന്റെ യൂണിറ്റ് ആണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വീണ്ടും ഓർമ്മ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി അന്ത്യപ്രവേഗം എത്രയാണ്? 16 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം എത്ര തന്നു? 10 സെക്കൻഡ്. ഇങ്ങനെ ആദ്യം എടുത്ത് എഴുതിയാൽ തന്നെ നമുക്ക് ഇതാവും. ഇനി നമുക്ക് ഫസ്റ്റ് എന്തൊക്കെ പറഞ്ഞു? ത്വരണം കണക്കാക്കാൻ. നമ്മൾ ത്വരണം കണക്കാക്കാൻ എന്താണ് ഞാൻ എത്രയാ പറഞ്ഞത്? കുറെ പറഞ്ഞില്ലേ? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം. 16 മതി മൈനസ് 6 ഡിവൈഡഡ് ബൈ 10. എത്ര കിട്ടി? 10/10 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് ത്വരണം എത്ര കിട്ടി? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് എസ് കാണണം അല്ലെ. സ്ഥാനാന്തരം കാണണം. സ്ഥാനാന്തരം കാണേണ്ട ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? സ്ഥാനാന്തരം കാണാൻ എന്താ പറഞ്ഞത്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് യു ആദ്യം ഇട്ട് കൊടുക്കുക അല്ലെ. യു ഇട്ട് കൊടുക്കുക, എന്നിട്ട് ടൈം ഇട്ട് കൊടുക്കുക, പ്ലസ് ഹാഫ് ഇട്ട് കൊടുക്കുക, 1 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം എന്ത് ചെയ്യാ? ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാ? സ്ഥാനാന്തരം കാണുക കേട്ടോ. ഇവിടെ ഉണ്ട്, നിങ്ങൾ ചെയ്യണം കേട്ടോ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു എത്രയാണ്? ആദ്യ പ്രവേഗം അല്ലേ, 6 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം എത്രയാണ്? 10 അല്ലേ, 10 സെക്കൻഡ് പ്ലസ് 1/2. എ എത്ര കിട്ടി നമുക്ക്? എത്ര കിട്ടി? 1 അല്ലേ കിട്ടിയത്? ത്വരണം നമുക്ക് 1 കിട്ടിയില്ലേ? 1 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു പിന്നെ ടി സ്ക്വയർ അല്ലേ, അപ്പൊ 10 സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ലാസ്റ്റ് എത്ര കിട്ടി? സ്ഥാനാന്തരം എത്ര കിട്ടി? 110 മീറ്റർ കിട്ടിയിട്ട് 110 മീറ്റർ കിട്ടി. ഇനി അതേപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിന്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 90 കിലോമീറ്റർ പെർ അവർ ആയി എങ്കിൽ ട്രെയിനിന്റെ ത്വരണം കണക്കാക്കുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തു നോക്കില്ലേ? ഇത് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. അപ്പൊ നമുക്ക് അതിൽ ബോക്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പോയാൽ മതി. പക്ഷെ നമുക്ക് ഇതിൽ ഇങ്ങനെ മാത്സുകൾ വരുന്ന സമയത്തേ നമുക്ക് എന്തായാലും എക്സാമിന് കയറി വന്നാൽ നമുക്കൊരു മാർക്ക് നഷ്ടമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എനിക്കറിയാം ഇപ്പൊ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അതൊക്കെ അവിടെ ഏതെങ്കിലും ക്ലാസ് ഒക്കെ വരുന്ന സമയത്ത് പഠിച്ചോട്ടെ എന്ന് വിടാം. പക്ഷെ എന്നാല് എനിക്ക് എന്റെ മനസാക്ഷി നിരക്കുന്നത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്. എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തെങ്കിലും പാളിച്ചകൾ വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. കാരണം യൂട്യൂബാണ്, ഒരുപാട് പേര് കാണുന്നതാണ്, അതുകൊണ്ടാണ്. ഇനി ഇവിടെ നോക്കിക്കേ, 1 കിലോമീറ്റർ പെർ അവറിന് ആദ്യം എന്ത് ചെയ്യണം? ഉണ്ടോ? ഒരു ട്രെയിനിന്റെ വേഗം 10 മിനിറ്റ് കൊണ്ട് 90 കിലോമീറ്റർ പെർ ആയെങ്കിൽ ട്രെയിനിന്റെ ത്വരണം കണക്കാക്കുക. യു തന്നിട്ടുണ്ട് 0. ബി എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവർ. ഇനി 90 ഇൻറ്റു 5 മിനിറ്റ് പെർ സെക്കൻഡ് 20. നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ത്വരണം. ലാസ്റ്റ് എന്ത് ചെയ്യണം? ത്വരണം കണക്കാക്കണം. ആദ്യം എന്ത് ചെയ്യണം? വിയും യു ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. വിയും യു ഒക്കെ കണ്ടാൽ മാത്രമാണ് നമുക്ക് ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടി ആണല്ലേ. അപ്പൊ നമുക്ക് അന്ത്യപ്രവേഗവും ആദ്യ പ്രവേഗവും ഒക്കെ എടുത്ത് ചെയ്താൽ മാത്രം, കിട്ടിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ത്വരണം കാണാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് എന്റെ ഒരു ഇതിൽ വെച്ചിട്ട് എനിക്കൊരു അറിയാവുന്ന രീതിയിൽ ഞാനിത് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ ഒരു ട്രെയിനിന്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 90 കിലോമീറ്റർ പെർ അവർ ആയില്ലേ. അപ്പൊ ടൈം എത്ര തന്നു? 10 മിനിറ്റ് എന്ന് തന്നു. പിന്നെ ഇവിടെ 90 കിലോമീറ്റർ പെർ അവർ. ഒരു അവറില് 90 കിലോമീറ്റർ. ഒരു അവറിൽ എത്രയാണ്? 90 കിലോമീറ്റർ. കണ്ടോ ഇവിടെ ഈ ബോക്സ് ഒന്ന് നോക്കൂ. അപ്പൊ 1 കിലോമീറ്റർ എത്രയാണ്? ഒരു അവറിൽ അല്ലെ, 1 കിലോമീറ്റർ പെർ അവർ. അപ്പൊ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ ആണ്. ഇനി
ഒരു അവർ എന്ന് പറയുന്നത് മീറ്റർ ആകുമ്പോൾ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയല്ലേ കാണേണ്ടത്, അപ്പോൾ സെക്കൻഡിലാക്കണം. ഒരു അവറിനെ, അതായത് 60 മിനിറ്റിനെ നമ്മൾ എന്താക്കണം, സെക്കൻഡിലേക്ക് മാറ്റുന്ന സമയത്ത് എത്രയാണ്, 3600 സെക്കൻഡ് എന്നായിരിക്കും. അപ്പൊ എത്ര കിട്ടി, ഇത് നോക്കിയേ, ഇത് കണക്ട് ചെയ്തു, പകുതിയാക്കിക്കേ. എത്ര കിട്ടി, പകുതിയാക്കുമ്പോ നമുക്ക് 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ വി ഉണ്ട് അല്ലെ, വി കിട്ടിയിട്ടുണ്ട് 90 കിലോമീറ്റർ പെർ അവർ എന്നുണ്ട്. അപ്പൊ നമുക്ക് 90 അപ്പൊ നമ്മൾ ഈ കിലോമീറ്റർ പെർ അവറിനെ അങ്ങോട്ട് മാറ്റിയില്ലേ. ഇപ്പൊ കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ എന്ത് ചെയ്തു, മാറ്റിയെടുത്തിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ എത്ര കിട്ടി, 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ടൈം തന്നിട്ടുണ്ട്, 10 മിനിറ്റ് എന്ന് ടൈം തന്നിട്ടുണ്ട്. അപ്പോ ഈ 10 മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ 25 മിനിറ്റ് പെർ സെക്കൻഡ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മാറ്റണം കേട്ടോ. മിനിറ്റ് 25 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡിൽ എന്ന് കണക്കാക്കണം, 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ, അപ്പൊ 10 മിനിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, അത് മിനിറ്റ് സെക്കൻഡിലേക്ക് മാറ്റുമ്പോ അവിടെ 600 സെക്കൻഡ് എന്നാണ് കേട്ടോ. അപ്പൊ 10 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്, 600 സെക്കൻഡ് ഉണ്ട്. ഇനി നമുക്ക് ത്വരണം കാണും. ഇനി ത്വരണം കാണാൻ അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ ഡിവൈഡഡ് ബൈ ടി. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര കിട്ടിയിട്ടുണ്ട്, വി എത്ര കിട്ടിയിട്ടുണ്ട്, 25 കിട്ടിയിട്ടുണ്ട്. മൈനസ് നമുക്ക് യു കിട്ടിയിട്ടുണ്ടോ, ഇല്ല അല്ലെ, യു മീറ്റർ പെർ സെക്കൻഡ് 0 ആണ്. ഡിവൈഡഡ് ബൈ 600. അപ്പൊ എത്രയാണ്, 1/24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ. അടുത്തൊരു എക്സാമ്പിള്, നിശ്ചലാവസ്ഥയിൽ നിന്നും ഇപ്പൊ നമ്മള് ഒന്നാം ചലന നിയമത്തെ ആസ്പദമാക്കിയിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്തു, രണ്ടാം ചലന നിയമത്തെ ആസ്പദമാക്കി ചെയ്തു. ഇനി ഇത് മൂന്നാം ചലന നിയമത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നിശ്ചലാവസ്ഥയിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് സമത്വരണത്തോടെ എ കിട്ടി, എ തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറത്തോടെ പതിക്കുന്ന വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ്, അതായത് അന്ത്യപ്രവേഗം തന്നു, തറയിലെത്തി, മേലെ നിന്നും ഒരു വസ്തു എത്തി, ഇവിടത്തെയാണ് തരുന്നതെങ്കിൽ എന്താണ്, അത് ആദ്യപ്രവേഗമായിരിക്കും. അവ തറയിൽ പതിക്കുന്ന സമയത്തുള്ളതാണെങ്കിൽ എന്താണ്, ഇത് അന്ത്യപ്രവേഗമാണ് അല്ലെ, ഇവിടെ അന്ത്യപ്രവേഗമായിരിക്കും. അപ്പൊ ഇവിടെ തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് തന്നു. അപ്പോ വി തന്നു, എത്ര തന്നിട്ടുണ്ട്, 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ആണെങ്കിൽ വസ്തു എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അപ്പൊ ഇവിടുത്തെ തന്നു. അപ്പൊ എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കാണണം. അപ്പൊ ഇവിടെ ആദ്യ പ്രവേഗം തന്നിട്ടില്ല. യു തന്നിട്ടുണ്ടോ, ഇല്ല. പക്ഷെ വി തന്നിട്ടുണ്ട്, 20 തന്നിട്ടുണ്ട് അല്ലെ, യു തന്നിട്ടില്ല, 0. ഇനി എ തന്നു, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നു, ബി തന്നു, അന്ത്യപ്രവേഗം തന്നു, 20 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as. എന്നിട്ട് ഇത് എന്ത് ചെയ്യാ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 20. പ്രവേഗം തന്നിട്ടുണ്ട് അല്ലെ, അന്ത്യപ്രവേഗം തന്നിട്ടുണ്ട്, 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എത്രയാണ്. ഇനി നമുക്ക് യു സ്ക്വയർ പ്ലസ് 2as ചെയ്തേ, യു സ്ക്വയർ തന്നിട്ടുണ്ടോ, ആദ്യം പ്രവേഗം തന്നിട്ടുണ്ടോ, ഇല്ല. അപ്പൊ അവിടെ 0 സ്ക്വയർ പ്ലസ് 2as ആണ്, എ തന്നിട്ടുണ്ട് അല്ലെ 10, എ തന്നിട്ടുണ്ട് 10 ഇൻറ്റു സമയം തന്നിട്ടുണ്ടോ, ഇല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, 20 മീറ്റർ പെർ സെക്കൻഡ്, 20ന്റെ സ്ക്വയർ എത്രയാണ്, 400 സമം 0 സ്ക്വയർ 0 തന്നെയാണ് അല്ലെ. ഇനി 2 ഇൻറ്റു 10 20 എത്രയാണ്, സെക്കൻഡ്. അപ്പൊ എസ് കാണാൻ 400/20 എത്ര കിട്ടി, 20 മീറ്റർ. അപ്പൊ എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, 20 മീറ്റർ ഉയരത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്,
പുറപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ലെസണിൽ പറയുന്നത്. ഇനി ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം ഒക്കെ ആയിട്ട് ഡെഫിനിഷനൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. അത് നമ്മൾ അടുത്ത ലെസണിലാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ അടുത്ത ലെസണിൽ ഇത് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ഒന്നാം ഈ ലെസണിൽ എന്താ പറഞ്ഞത് ചലന സമവാക്യങ്ങൾ എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ സമവാക്യങ്ങൾ പറയുമ്പോൾ ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാത്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പ്രവേഗം എന്താണെന്ന് പഠിച്ചു, സ്ഥാനാന്തരം എന്താണെന്ന് പഠിച്ചു, എന്താണ് ത്വരണം പഠിച്ചു, സമത്വരണം എന്താണ്, അസമത്വരണം എന്താണ്, സദിശ അളവ് എന്താണ്, അതിശ അളവ് എന്താണെന്ന് പഠിച്ചു. പിന്നെ ഒന്നാം ചലന സമവാക്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാത്സ് എങ്ങനെ ചെയ്യാന്ന് പഠിച്ചു. രണ്ടാം ചലന സമവാക്യം പഠിച്ചു. അതിന് ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കട്ടെ. ഇക്വേഷൻസ് പഠിച്ചു വെച്ചോ. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പ്രവേഗ സമയ ബന്ധമാണ് കണക്കാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഇട്ട് കൊടുത്തിട്ട് ചെയ്യണം. വി ഇട്ട് കൊടുത്തിട്ടുള്ള ഇക്വേഷൻസ് ഒന്നാം ചലന നിയമത്തെ പഠിക്കാം. ഇനി സ്ഥാനാന്തരം സമയം തമ്മിലാണെങ്കിൽ എസ് രണ്ടാമത്തെ ഇക്വേഷൻ ഇട്ട് വെച്ചിട്ട് പഠിക്കാം. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നുള്ളതാണെങ്കിൽ മൂന്നാമത്തത് വെച്ചിട്ട് എന്ത് ചെയ്യാ, മൂന്നാമത്തെ വി സ്ക്വയർ വെച്ചിട്ടുള്ളത് പഠിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒന്നാം ചലന സമവാക്യം, രണ്ടാം ചലന സമവാക്യം, മൂന്നാം ചലന സമവാക്യം ഒന്നുകൂടി പറഞ്ഞേട്ടെ. നമ്മൾ എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രവേഗം എന്താണ് എന്ന് പഠിച്ചു അല്ലെ. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്ത് പറഞ്ഞു, മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. ത്വരണത്തിന്റെ യൂണിറ്റ് നമ്മൾ എന്ത് പറഞ്ഞു, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞു. ഇനി പ്രവേഗം നമ്മൾ ഏതാണ് അക്ഷരം ഉപയോഗിക്കുക, വി ആണ്. നമ്മൾ സ്ഥാനാന്തരം എന്താണെന്ന് പഠിച്ചു. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താ പറഞ്ഞത്, അത് മീറ്റർ ആണ് എന്ന് പറഞ്ഞു അല്ലെ. ഇനി പ്രവേഗത്തിനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് സൂചിപ്പിക്കുക, വി ആണെന്ന് പറഞ്ഞു അല്ലെ. സ്ഥാനാന്തരത്തിനെ എന്ത് പറയും, സ്ഥാനാന്തരം എസ് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ആദ്യ പ്രവേഗമാണെങ്കിൽ എന്താണ്, യു ആണ് ആദ്യ പ്രവേഗം. വി ആണ് അന്ത്യപ്രവേഗം, പ്രവേഗം. എ ആണ് ത്വരണം എന്ന് പറഞ്ഞു. ടൈമിനെ നമ്മൾ എന്ത് പറഞ്ഞു, ടി വെച്ചിട്ട് സൂചിപ്പിക്കും എന്ന് പറഞ്ഞു. ഇനി ഒന്നാം ചലന സമവാക്യം പ്രവേഗ, ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഇത് പഠിച്ചോ. പ്രവേഗ സമയ ഗ്രാഫാണ് ബന്ധമെങ്കിൽ അവിടെ ഏതായിരിക്കും, നമുക്ക് വി സമം അല്ലെ, നമുക്ക് ആ ഒന്നാം ചലന സമവാക്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇനി സ്ഥാനാന്തര സമയം ഏതായിരിക്കും, അത് നമ്മൾ എസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ എടുക്കാം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. പ്രവേഗ സമയമാണെങ്കിൽ വി സമം യു പ്ലസ് എ ടി നമ്മൾ പഠിച്ചില്ലേ, ആ ഇക്വേഷൻ എടുക്കുക. ഇനി സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണെങ്കിൽ എസ് വരുന്ന ഇക്വേഷൻ എടുക്കുക. ഇനി പിന്നെ നമ്മൾ വി സ്ക്വയർ ഇല്ലേ, അതായത് ഉയരം, എത്ര മുകളിൽ നിന്നാണ് ഉയരം എന്ന് വരുന്ന സമയത്ത് ആ വി സ്ക്വയറിന്റെ ഇക്വേഷൻ എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ അതിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ചോദിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ ആ 3 ഇക്വേഷനും വി സമം എന്താണ് എന്നും എസ് സമം എന്താണ് എന്നും ബി സ്ക്വയർ സമം എന്താണ് എന്നുള്ള ഇക്വേഷൻ പഠിക്കുക. അപ്പൊ ബി ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, പ്രവേഗമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ബി ഉപയോഗിക്കുക. സ്ഥാനാന്തരമായിട്ടുള്ള ചോദ്യമാണെങ്കിൽ എസ് ഉപയോഗിക്കുക. ഉയരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ വി സ്ക്വയറിന്റെ ഇക്വേഷൻ എടുത്തിട്ട് കണക്കുകൾ ചെയ്യുക കേട്ടോ. ഇനി ത്വരണം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് അന്ത്യപ്രവേഗം അല്ലെ, വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി അല്ലെ, RSTUV അല്ലെ, RSTUV അല്ലെ, UV. അപ്പൊ അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ഡിവൈഡഡ് ബൈ ടി, അത് വെച്ചിട്ട് എ കാണാം. ഇത്രയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ലെസണിൽ പഠിക്കണം. ഇനി ഒന്നാം ചലന നിയമം എന്താണ്, രണ്ടാം ചലന നിയമം എന്താണ്, മൂന്നാം ചലന നിയമം എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ചലന നിയമങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ ഇക്വേഷൻസുകൾ പഠിച്ചു, അതിന്റെ മാത്സ് എന്താണെന്നൊക്കെ പഠിച്ചു കേട്ടോ. അപ്പൊ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൈവപ്പിട്ടാണ് കേട്ടോ, എന്നെ നിങ്ങൾ കാണുന്നില്ല, പക്ഷെ അവിടെ കൈവപ്പി നിൽക്കുന്നുണ്ട് കേട്ടോ. ക്ഷമിക്കണേ. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. ഒന്നും അറിയാം, സയൻസിനെ കുറിച്ച് വലിയൊരു ഇതില്ല, പക്ഷെ നമ്മൾ എക്സാമിനുള്ള ഇതിൽ പഠിക്കണമെന്ന് മാത്രം കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദിവസം പറയണമെന്നില്ല അല്ലെ, ദിവസം പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ടാവും ചിലർ, എന്താണ് വന്നിട്ട് ദിവസം സബ്സ്ക്രൈബ് ചെയ്യണം പറയണത്. അപ്പൊ നിങ്ങൾ ചെയ്യാട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാട്ടോ. എന്നിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. താഴെ കമന്റ് ചെയ്തിട്ടൊന്ന് പോണം. അപ്പൊ നമുക്ക് ഇനി ആ മൂന്നാമത്തെ ക്ലാസ് ആയിട്ട് കാണുന്നത് സൺഡേ ആണ്. അപ്പൊ ഇന്നലെ ക്ലാസ് ഇടാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് തരാതിരിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ക്ലാസ് ഇട്ടൊന്ന് മാത്രം റിവിഷൻ ചെയ്യാം കേട്ടോ. പഴയ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്ത് മാറ്റാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.